ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക, ലൈക്കും സബും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിതാ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് നിന്നത്. അപ്പോൾ രാവിലത്തെ ചായക്ക് കടി നല്ല മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസത്തെ മീൻകറിയും അതുപോലെ അപ്പമായിരുന്നു കടി. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതാ നമ്മൾ പാത്രങ്ങൾ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. പിന്നെ ചായൻ്റെ പരിപാടിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചോറും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി കറിക്ക് ഇവിടെ ചിക്കൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ സിങ്കത്തെ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞായറാഴ്ച സ്പെഷ്യലാട്ടോ. ഞായറാഴ്ച ഇന്ന് എന്താ അറിയില്ല, വെറും ചോറ് നെയ്ച്ചോറ് വെക്കാൻ നമ്മളെ കാക്കു പറഞ്ഞു. പക്ഷേ എനിക്ക് എന്താ അറിയില്ല, ഇന്ന് നല്ല വെറും ചോറും നല്ല എരിവും പുളിയൊക്കെ ഇട്ടിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊരു കൊതി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നെയ്ച്ചോറ് വേണ്ട, വെറും ചോറ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോറ് ആദ്യം തന്നെ വേഗം വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നെയ്ച്ചോറ് വെക്കാൻ പറഞ്ഞാൽ ചോറ് വെച്ചു എന്ന് പറയാമല്ലോ. അപ്പോൾ എനിക്ക് നെയ്ച്ചോറിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ചിക്കൻ കറി അതുപോലെ വെറും ചോറും അതിക്ക് വല്ല മോരും കറിയോ അല്ലെങ്കിൽ താളിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ നമ്മൾ പാത്രങ്ങളൊക്കെ നല്ല കഴുകിയെടുത്ത് വെച്ചിരിക്കണം. ഇനിയിപ്പോൾ ചിക്കനൊക്കെ ഒന്ന് നല്ലോണം കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇതാ നല്ല സൂപ്പറായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അതിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി മാത്രം തൊളിച്ചിട്ട് ഇഞ്ചി തൊലിക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതാ തക്കാളി പിന്നെ ഉള്ളി ഒക്കെ ഞാൻ ശരിയാക്കി നല്ല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ലാസ്റ്റ് ഇടുന്നതുകൊണ്ട് ഉള്ളിയൊക്കെ വാട്ടുന്ന ആ ഇടയിൽ തന്നെയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇരിക്കൽ കേട്ടോ. അപ്പോൾ നമ്മളെ ഗ്യാസിൻ്റെ അടുപ്പ് എന്താ അറിയില്ല, ചെറുതായിട്ട് കത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഗ്യാസ് സ്റ്റൗവ് സർവീസ് ചെയ്യാനായിക്കുന്നത് തോന്നുന്നുണ്ട്. അപ്പോൾ വാങ്ങിയിട്ട് ഇതുവരെ ഒന്ന് സർവീസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ അതിൻ്റെ ബർണറൊക്കെ ഒന്ന് എടുത്ത് കഴുകി ഒക്കെ ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ കുഴപ്പമില്ല കേട്ടോ. നമ്മളെ ഗ്യാസ് വരുന്ന ട്യൂബ് ഉണ്ടല്ലോ, ഈ ഗ്യാസിൻ്റെ അടിയിൽ കൂടെ കുറേ ട്യൂബുകളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ അടഞ്ഞിരിക്കണത് സർവീസ് ചെയ്യണമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും വേഗം കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം കൊണ്ടുപോയി കൊടുക്കാൻ. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് ആലോചിച്ചപ്പോൾ അന്ന് സൺഡേ അല്ലേ എന്ന് ആലോചിച്ചിട്ട്, അപ്പോൾ സൺഡേ കട ലീവാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ പറ്റുള്ളൂ. അപ്പം ഗ്യാസ് ഇപ്പോൾ മാറ്റണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ മാറ്റിയിട്ട് ഇനി എന്തായാലും നമ്മൾ പുതിയ വീട്ടിലൊക്കെ പോകുമ്പോൾ ഒന്ന് പുതിയത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഒപ്പിച്ച് കൊണ്ടുവന്നിട്ടോ. പക്ഷേ അത് സംഭവം നടക്കും തോന്നുന്നില്ല. എന്തായാലും ഗ്യാസ് അടുപ്പ് വാങ്ങേണ്ടി വരും എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഒപ്പിച്ചങ്ങനെ വെച്ച് കുറേ ടൈം പിടിച്ചിട്ടോ. കറി ആവണമെങ്കിൽ ഒന്ന് ചൂടായി കിട്ടുമ്പോഴത്തേക്കും കുറേ സമയമായിട്ടുണ്ട്. അങ്ങനെ ഉള്ളിയും തക്കാളി പച്ചമുളകൊക്കെ ഇട്ട് വാട്ടി പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ പിന്നെ കഴുകി വെച്ചതാ ചിക്കനും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഒരു കിഴങ്ങും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നമ്മളെ ഇതിൽ കുമ്പളങ്ങയോ അല്ലെങ്കിൽ കിഴങ്ങോ ഒക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുമ്പളങ്ങ ഇടണമെന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ കുമ്പളങ്ങ കിട്ടിയില്ല. അതുകൊണ്ട് ഞാനൊരു കിഴങ്ങ് ഇട്ട് വെച്ചിട്ടുണ്ട്. മക്കൾക്കൊന്നും വലിയ കിഴങ്ങോ കുമ്പളങ്ങ ഇടുന്ന ഒരു താല്പര്യമില്ല കേട്ടോ. പക്ഷെ ഞാൻ അതുകൊണ്ട് ഒരു കിഴങ്ങിൻ്റെ പകുതി അങ്ങനെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. തോലൊന്നും കളയാതെ അങ്ങനെ കഴുകിയിട്ട് ഇടുക കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ നിന്ന് തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ചിക്കൻ കറി. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ചോറിന് പൂതിയാവും കേട്ടോ. വെറും ചോറ് കഴിക്കാനാട്ടോ എനിക്ക് ഇഷ്ടം. അപ്പോൾ എന്തായാലും ചോറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് കൂടി ഒന്ന് ചൂടാറിയിട്ട് ചോറ് കഴിക്കാനൊന്നും ടൈം ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ആവട്ടെ എഴുതിയിട്ട് ആദ്യം ചൂട് ഒന്ന് തണുത്ത് കിട്ടുമ്പോഴല്ലേ നമ്മൾ ഏതൊരു കറിക്കും അതിൻ്റെ ടേസ്റ്റിനാണ്. ഇനിയിപ്പോൾ മീൻകറി ആയാലും നമ്മൾ വെച്ചിട്ട് അപ്പം തന്നെ ഉപയോഗിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ കേട്ടോ. അത് കുറച്ച് ടൈം അങ്ങോട്ട് കഴിയുമ്പോഴേ നമുക്ക് ആ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ എന്തായാലും കറി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തണുക്കട്ടെ. ഇനിയിപ്പോൾ നമുക്കിതാ പപ്പടം ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. പപ്പടം ഉണ്ട്, പിന്നെ അച്ചാറും അതുപോലെ തൈരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ മോരും കറി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. നല്ല നാടൻ മോരൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കിയില്ല. അപ്പോൾ ചിക്കൻ കറി തന്നെയാണ്. ചിക്കൻ കറി പപ്പടം അച്ചാറും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇഷ്ടം പോലെ ധാരാളമായി. അങ്ങനെ നമ്മളെ പപ്പടം പിന്നെ ഒരു എല്ലാത്തൊക്കെ ഒരു രസം തന്നെയാണല്ലോ. പപ്പടവും അച്ചാറും കഴിക്കാത്തവരുണ്ടാവില്ല, ഇല്ലാത്ത പെരകളും ഉണ്ടാവില്ല അല്ലേ. എപ്പോഴും എല്ലാ പെരകളിലും ചിലവരൊക്കെ അച്ചാറിൻ്റെ എന്നും അച്ചാർ ഇടുന്ന ആളുകളെക്കാരല്ലേ.
ഞാൻ അച്ചാർ ഇടാറൊന്നുമില്ല, പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ കറിയൊക്കെ വെച്ച് ഞാൻ അലക്കി വന്നു കേട്ടോ. അലക്കിയ ഒരു കോലണാകെ നനഞ്ഞ് ഇതായിക്കണ്. അപ്പോഴത്തേനും നമ്മൾ മോനും കാക്കും വന്ന് ചോറിന് തിരക്കൂട്ടിയപ്പോൾ അവർക്ക് കണ്ട് ചോറ് എടുത്ത് കൊടുത്തിട്ട് അവരെ ഒരു ഭാഗത്ത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയല്ലോ അല്ലേ. പിന്നെ കുളിയും കഴിഞ്ഞാൽ പിന്നെ ഫോണും നോക്കി അങ്ങനെ ഇരിക്കാം, ആ ഒരു റെസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ട് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ നമ്മൾ കുളിക്കണം. അപ്പോൾ അവരെ ചോറ് കൈ അങ്ങോട്ട് തീരട്ടെ കഴിഞ്ഞ് നീക്കട്ടെ എഴുതിയിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഓരോന്നിന്. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.